ഹായ്. കഴിഞ്ഞ 3 ആഴ്ചയും കൃത്യമായിട്ട് വീഡിയോ ഇടാനുള്ള ഒരു അറ്റംപ്റ്റ് ഞാൻ നടത്തിയിരുന്നു. പക്ഷേ ഈ ആഴ്ച ചില തിരക്കുകളും ചില അസൗകര്യങ്ങളും കാരണം എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. അപ്പോഴത്തേക്കാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യത്തോട് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നുമില്ലാതെ കൊണ്ട് എന്ത് ടോപ്പിക്കാണെന്ന് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ടേമാണ് എൻട്രോപ്പി. എൻട്രോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ടു ഡിസോർഡർ. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഒരു മുറി വളരെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. പക്ഷേ അത് അഴുക്ക് പിടിക്കാൻ, അതിൽ മാറാല പിടിക്കാൻ, പൊടിപടലങ്ങൾ ഉണ്ടാകാൻ നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഒരു ചുക്കിലിയോ മാറാലയോ കൊണ്ടിടേണ്ട കാര്യമില്ല. ഒരു അഴുക്കോ മറ്റു വസ്തുക്കളോ ഒന്നും അവിടെ കൊണ്ടുവെക്കേണ്ട കാര്യമില്ല. നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. എൻട്രോപ്പി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവിക നിയമമാണ്. നമ്മളും അതിന് വിധേയമാണ്. എൻട്രോപ്പിയെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഒഴുക്കിനെതിരെ നീന്തുന്നതിന് തുല്യമാണ്. അനുദിനം ഒഴുക്കിനെതിരെ നീന്തുമ്പോഴത്തേക്കാണ് എൻട്രോപ്പിയെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുക. അങ്ങനെയാണ് കൗസിൽ നിന്ന് ഓർഡറിലേക്കും അൺഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ഡിസിപ്ലിനിലേക്കും നമ്മളെത്തുക. സോ ബിവെയർ ഓഫ് എൻട്രോപ്പി, കീപ് കൺസിസ്റ്റൻസി ആൻഡ് ഡു വെൽ.